ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സാമ്പാറാണ്. ഞാൻ ചോറിൻ്റെ കൂടെയും കഴിക്കാറുണ്ട്. ഇതിന് ഒത്തിരി പച്ചക്കറികളൊന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു തക്കാളിയും കുറച്ച് ചെറിയുള്ളിയും മാത്രമാണ്. വേറെ പച്ചക്കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറാണ്. അവിടെ ഇതിന് കിള്ളി പോട്ട സാമ്പാർ എന്നാണ് പറയണത്. അപ്പം നമുക്ക് നമ്മുടെ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 3/4 കപ്പോളം തുവരപ്പരിപ്പാണ്. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പരിപ്പാണ്. ഇത് നമുക്കിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ. പരിപ്പ് നന്നായിട്ട് വെന്തുടയണം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് വിസിലിൽ വ്യത്യാസം വരും. അപ്പം നമ്മുടെ പരിപ്പ് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ 4 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു തമിഴ് റെസിപ്പിയാണ്. അത് കാരണം അവർ ജീരകം ചേർക്കും സാമ്പാറിൽ. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. വറ്റൽമുളക് ഞാനിവിടെ 7 എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. അത് കാരണമാണ് നമ്മൾ വറ്റൽമുളക് ഇത്രയും ചേർക്കണത്. മുളക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് മൂത്ത് വന്നോട്ടെ. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 100 ഗ്രാമോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചേർക്കണതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി കുറവാണെങ്കിൽ ഒരു 8-10 ചെറിയുള്ളി, ഒരു ചെറിയ സവാള ചേർത്താലും മതിയാകും. ഒരു ചെറിയുള്ളി 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയുള്ളി ഒന്ന് വഴച്ചെടുക്കാം. ഉള്ളി ഒത്തിരി അങ്ങ് വഴന്നു പോകണ്ട, ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയാൽ മതി. വറ്റൽമുളക് ഇത്രയും ചേർത്തെന്നോർത്ത് എരിവൊന്നും കൂടി പോകുകയില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു തക്കാളിയാണ്. തക്കാളി ഇങ്ങോട്ട് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്തുടയണം. ഇപ്പം നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ചെറിയ തീയിൽ വെച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചില്ലേ പരിപ്പ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ്. പുളി ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 15 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് പിഴിഞ്ഞ് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന സാമ്പാറാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടാറുമ്പോൾ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായവും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള കട്ടിക്കായ ഇല്ലെങ്കിൽ കായപ്പൊടി ചേർത്താലും മതി. ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്താണോ കുറവ് അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ തിളപ്പിക്കാം. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സാമ്പാറാണ്. അപ്പോൾ വീട്ടിൽ പച്ചക്കറി ഇല്ലാത്തപ്പോഴും അതേപോലെ തന്നെ സമയമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.